PWC വീണ വിജയന്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയാണ്. നോക്കിയാഴ്മണിയും പിണറായിയുടെ മകനുമായിട്ട് പങ്കായിട്ടാണ് ഈ ശ്രീലങ്കയിലെ ബിസിനസ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നാണ് പൂഞ്ഞാർ മുൻ MLA PC ജോർജ് പറയുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഇപ്പോൾ അതിശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഷോൺ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണെന്നും അന്വേഷണത്തിന് ഗുണകരമാകുമെന്ന് കരുതിയതിനാലാണ് അധികൃതർക്ക് സമർപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് വീണ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ്. അധികം വൈകാതെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് PC ജോർജും മറ്റൊരാൾ നൽകിയ വിവരങ്ങളാണെന്ന് ഷോൺ ജോർജും പറയുമ്പോൾ ആരോ പിണറായിക്കും മകൾക്കുമെതിരെ കൃത്യമായി പടയൊരുക്കം നടത്തുന്നുണ്ട്. നിർണായകമായ വിവരങ്ങൾ CPM-നെതിരെ, പിണറായിക്കെതിരെ, വീണ വിജയനെതിരെ നൽകണമെങ്കിൽ ഏതോ വമ്പൻ സ്രാവ് മറഞ്ഞിരിക്കുന്നുണ്ട്. കളികൾ ഇനി ശരിക്കും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വ്യക്തം. അത് പിണറായി വിജയന്റെ സ്വത്തിന്റെ കണക്കൊന്നും ആർക്കും അറിയില്ല. കോടികളാണ്. ആ കോടികൾ ഇത് മുഴുവൻ കേരളത്തിലെ ജനങ്ങളെ വലിച്ച് കളിപ്പിച്ചും വഞ്ചിച്ചും മോട്ടിച്ചും ഉണ്ടാക്കിയിട്ടുള്ള പണമല്ലേ. ഇതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടി ഈയിടെ 19 വർഷത്തെ കുളിച്ചുപോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി. എവിടെ പോയെന്ന് ആർക്കും അറിയാം. ചീഫ് സെക്രട്ടറി പോലും അറിയത്തില്ല, ഗവർണർക്ക് അറിയത്തില്ല. അവസാന UAE കിട്ടുക, പിന്നെ കുവൈറ്റിൽ നിന്നും. എന്താ ഇത്? വിദേശ രാജ്യങ്ങളിൽ കിടക്കുക. 16-ാം ദിവസം തിരിച്ചു വന്നു. അവിടെ കണക്ക് തീർന്നർത്ഥം ഈ പണം അക്കൗണ്ടിങ് ഇടപാടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. പിന്നെ ഒത്തിരി ബിസിനസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഈ ശ്രീലങ്കയിലെ ബിസിനസ് ഉണ്ട്. ശ്രീലങ്ക ബിസിനസ് അതിനകത്ത് ജോസ് കെ മാണിയും പങ്കാളിയാണ്. ജോസ് കെ മാണിയും പിണറായിയുടെ മകനുമായിട്ട് പങ്കായിട്ടാണ് ഈ ശ്രീലങ്കയിലെ ബിസിനസ് നടക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള അവിഹിത ബന്ധം. ഇതെല്ലാം ഒരു കളപ്പിയും വഞ്ചനയുടെ കൂട്ട് കച്ചവടമാണ്. മേടിക്കുന്നതെല്ലാം പുറത്തു, എല്ലാം ഉണ്ട് കയ്യിൽ, ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അപ്പം തന്നെ ജയിലിൽ പോക്കോളും. ഈ മാസപ്പടിയുടെ കാര്യം പറഞ്ഞാല്, ഈ നമ്മുടെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ എഗ്രിമെന്റ് പ്രകാരം ഒരു വ്യക്തിക്ക് 3 വർഷത്തിൽ, അതായത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടുകളൊന്നും എടുത്തു പറയേണ്ടത് 3 ജോലികളായിരുന്നു അവരെ ഏൽപ്പിച്ചിരുന്നത്. അതിനകത്ത് ഒന്ന് കെ ഫോൺ എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അത് എവിടെ എത്തിയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 3 സ്പേസ് പാർക്ക്. ഇതിനു വേണ്ടി ഫാക്കൽറ്റീസിനെയും അതുപോലെ കൺസൾട്ടൻസിനെയും സപ്ലൈ ചെയ്യുക എന്നുള്ളതായിരുന്നു പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ലക്ഷ്യം. നിങ്ങൾക്കറിയാം, ആ സമയത്ത് ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി കൺസൾട്ടന്റ്. അദ്ദേഹം തന്നെയായിരുന്നു വീണയുടെ കമ്പനിയുടെ മെന്ററായി അന്ന് ഒരു വലിയ വിവാദം ഉണ്ടായത്. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ ഒരാളുടെ കാര്യം മാത്രം പറയാം. സ്വപ്ന സുരേഷ് വിവാദ നായികയാണ്. സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളെ ശരിയും തെറ്റുമായി നമ്മൾ വിശകലനം ചെയ്തു. പക്ഷേ ഇന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയാണ്. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടിൽ പണം വീണ വിജയന്റെ എക്സാലോജി കമ്പനി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. SNC ലാവൽ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PWC ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും 2018 ഡിസംബർ 1-നും 2020 നവംബർ 30-നും ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. അപ്പം ഈ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. ലെറ്റ് മീ ആസ്ക് യു സംതിങ്. ഞാൻ സ്പേസ് പാർക്കിൽ ജോയിൻ ചെയ്തു. എല്ലാവരും ആക്ഷേപിക്കുന്നുണ്ട്, 10 വരെ പഠിച്ചില്ല, അവിടെ പഠിച്ചില്ല, ഇവിടെ പഠിച്ചില്ല എന്ന്. ഹൗ ക്യാൻ ദേ ഗിവ് മീ എ ജോബ്? ഹൂ ഗേവ് മീ ദ ജോബ്? ഹൂ വാസ് റെസ്പോൺസിബിൾ? PWC വീണ വിജയന്റെയും റിലേഷൻഷിപ്പ് എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. എക്സാലോജിക്കിന്റെ പാർട്ട്ണർഷിപ്പോ അതിന്റെ ഇൻവോൾവ്മെന്റ് എന്താണെന്നുള്ള എല്ലാ ഡോക്യുമെന്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, എന്റെ കയ്യിലുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ പറയില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? PWC കൊണ്ട് എന്നെ ജോലിക്ക് എടുപ്പിച്ചതിന് ശേഷം എനിക്കെതിരെ തന്നെ കന്റോൺമെന്റിൽ കേസ് കൊടുത്തു. ഓൾ ദിസ് ഇസ് ഡൺ ബൈ ഹൂ? ചുമ്മാ ഒരു വ്യക്തിയെ, വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. സ്കേപ്പ് ഗോട്ട് ആയിരുന്നത് ശിവശങ്കർ സ്പ്രിംഗ്ലർ കേസിൽ. അതെങ്ങനെയോ തലയൂരി പോയപ്പോഴത്തേക്കും ഐ ബിക്കേം ദ സ്കേപ്പ് ഗോട്ട്.